ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 25 ബുധൻ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസ് തൂക്കിയെടുത്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമ തന്നെയാണ്. ഡിസംബർ 20 വെള്ളിയാഴ്ച പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ മാർക്കോ ഹെവി പോസിറ്റീവ് അഭിപ്രായവും കളക്ഷനും നേടിയെടുത്ത് ചിത്രത്തിന്റെ ക്രിസ്മസ് ദിനം കൂടിയ 6ാമത്തെ ദിവസമായ ബുധനാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. അതേസമയം ചിത്രം തിയേറ്ററിലെത്തി ഇന്ന് ആദ്യമായി ഈ സിനിമയുടെ കളക്ഷൻ സംബന്ധമായ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം 50 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രം 6 ദിവസം കൊണ്ടല്ല, ആദ്യ 5 ദിവസം കൊണ്ട്, അതായത് ഇന്നലെ ചൊവ്വാഴ്ചയോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 50 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പോസ്റ്റർ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്നലെ വരെയുള്ള ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 44 കോടിക്ക് മുകളിലാണ്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മാർക്കോയെ സംബന്ധിച്ച്. ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 25 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 18 കോടി 2 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 5ാം ദിവസമായ ചൊവ്വാഴ്ച കേരള കളക്ഷനായി 4 കോടിക്ക് മുകളിലായിരുന്നു ഇന്നലെയും കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് 22 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ 6ാം ദിവസവും ക്രിസ്മസ് ദിനവും കൂടിയ ഇന്ന് ബുധനാഴ്ചയും 4-4.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇതോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 25-26 കോടി റേഞ്ചിൽ എത്തി നിൽക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് 37 കോടി 50 ലക്ഷം രൂപയും 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തത് 44 കോടിക്ക് മുകളിലുമായിരുന്നു. 6ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയിലെ മാർക്കോയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6.5-7 കോടി റേഞ്ചിലാണ്. ഇതോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 50 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ആദ്യ 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ എത്തപ്പെട്ട ഈ സിനിമ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 6 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്മസ് റിലീസായി ഇന്ന് ഡിസംബർ 25-ന് 2 സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നു. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന 3D ചിത്രമായ ബറോസ് ആയിരുന്നു ഇതിൽ ആദ്യത്തേത്. ഈ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. ഇന്നലെ ബറോസിന്റെ പ്രീസെയിൽ കളക്ഷൻ 1 കോടി 60 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് രാവിലെയോടെ തന്നെ ഈ സിനിമയുടെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 5000-ലേറെ വിറ്റഴിക്കപ്പെട്ടിരുന്നു. സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷം വ്യത്യസ്തമായ അഭിപ്രായവും റിവ്യൂവും പുറത്തു വന്നതോടെ സിനിമയുടെ ബുക്കിംഗിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഒരു മോഹൻലാൽ ചിത്രമെന്ന നിലയിൽ പ്രത്യേകിച്ച് 10 ഭാഷകളായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ വളരെ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതെല്ലാം തകിടം മറിയുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3-3.5 കോടി റേഞ്ചിൽ മാത്രമാണ്. അതേസമയം ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 6ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച നേടിയെടുത്തതിനേക്കാൾ കുറഞ്ഞ കളക്ഷൻ ഏകദേശം 1 കോടിയോളം താഴ്ന്നാണ് ബറോസ് ആദ്യ ദിവസം ഓപ്പണിംഗ് കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ട്രാക്കഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ കളക്ഷൻ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും 8 കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ബേബി ജോൺ. ആറ്റ്ലി സംവിധാനം ചെയ്ത് 2016-ൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയായ തെറിയുടെ റീമേക്കായി തിയേറ്ററിലെത്തിയ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. വരുൺ ധവാൻ ടൈറ്റിൽ റോൾ അഭിനയിക്കുന്ന ഈ സിനിമയിൽ കീർത്തി സുരേഷ്, വാമിക ഗബ്ബി, ജാക്കി ഷെറോഫ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. കാലീസ് തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 11 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെയും കൃത്യമായ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിൽ മികച്ച ഹോളോടെ മുന്നേറുന്ന മറ്റൊരു മലയാള സിനിമ റൈഫിൾ ക്ലബ്ബാണ്. ആഷിഖ് കപൂർ ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ച് ഡിസംബർ 19 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 10 കോടി 70 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 6ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച 1.5 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 14.5-15 കോടി റേഞ്ചിലാണ്. ഇനി ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ക്രിസ്മസ് ദിനം കൂടിയായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം 1 കോടി 30 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം 9.5-10 കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത്. 8 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയെടുക്കും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.